ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ പെരുന്നാളൊക്കെ ആയിട്ട് നിങ്ങളെ അടിച്ചു വിളിച്ചു അതൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ. അപ്പോൾ ഞങ്ങളിവിടെ പെരുന്നാളൊക്കെ ആയിട്ട് ബീഫ് ബിരിയാണിയും ചിക്കൻ പൊരിയും പായസമാണ് ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾക്ക് വന്നിട്ടുള്ള ഗസ്റ്റ് ഞങ്ങളെ അമ്മോനായിരുന്നു. അമ്മോനും മോനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാക്കും പിന്നെ അമ്മോൻ്റെ മോനൊക്കെ സംസാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കാക്കുവിൻ്റെ പെരുന്നാൾ ഡ്രസ്സ്, ഇതാണ് മോനുവിൻ്റെ പെരുന്നാൾ ഡ്രസ്സ്, ഇതാണ്. അപ്പോൾ അവർ പള്ളിയിലൊക്കെ പോയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മിന്നുവിൻ്റെ ഡ്രസ്സ് ഇതാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് ഫസ്റ്റ് ഇവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ വേഗം നാത്തൂൻ്റെ വീട്ടിലേക്ക് പോകായിരുന്നു. അപ്പോൾ ജുമാ തിരിഞ്ഞിട്ടാണ് വീട്ടിലുള്ളവരൊക്കെ വരുന്നത് പറഞ്ഞു. അപ്പോൾ അപ്പോഴേക്കും അവിടെ ഒന്ന് പോയി വരണം. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നിന്നാലും ഞങ്ങൾക്ക് നേരം വൈകും വിചാരിച്ചു. പിന്നെ ചേച്ചിയിട്ടൊക്കെ വരാണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വീട്ടിലേക്ക് വരാനാകുമ്പോഴേക്കും വേഗം നാത്തൂൻ്റെ വീട്ടിൽ പോയി വരാൻ വിചാരിച്ച് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നായിരുന്നു കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഫുഡ് കഴിച്ച് വീണ്ടും വീട്ടിൽ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിന്നുവിൻ്റെ ഫ്രണ്ട് അനി വന്നിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചേച്ചിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചീൻ്റെ ഫാമിലി ഇതാണ്. ഏട്ടനും ഉണ്ട്. ഏട്ടന് അവരെ പിന്നെ ഇവിടെ അല്ല, നാട്ടിലാണ്. അവർ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞ് സാവനപ്പം വയ്ക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവർ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് അവർ പോയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലുള്ളവരെത്തിയിട്ടുണ്ട്. ആങ്ങളെയും വൈഫും അതുപോലെ അമ്മേൻ്റെ മക്കളും മരുമകളും കുട്ടികളും ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇക്കുറിയത്ത് പെരുന്നാൾക്ക് എല്ലാവരും വന്നപ്പോൾ ഒരു എന്തെന്നില്ലാത്തൊരു സന്തോഷം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വീടിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഫുഡൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം സംസാരിച്ചൊക്കെ ചെയ്ത് പിന്നെ ഫുഡൊക്കെ കഴിച്ച് ചിലരൊക്കെ കഴിച്ചു, ചിലരൊന്നും കഴിച്ചില്ല, ചിലരൊക്കെ പായസം മാത്രം കഴിച്ചു. അപ്പോൾ അങ്ങനെ അവർ ഫസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. അതിന് പിന്നാലെ ആങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അതിന് പിന്നാലെ ഞങ്ങളും പോയി. അപ്പോൾ പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി വേറൊരു വീട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നിട്ട് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇരിങ്ങാട്ടുള്ള ഒരു കാക്കുവിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ പിക്കെടുക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ വീട്ടിൽ പോയി. പിന്നെ അമ്മോൻ്റെ ഇതായിപ്പോൾ ഇവളെ ബർത്ത്ഡേ പാടെയാണെന്ന്. അപ്പോൾ അത് രാത്രിയാണ്. അപ്പോൾ അതിനും പോവണം. പിക്കെടുക്കാൻ നിൽക്കുമ്പോൾ ചിരിപ്പിക്കുന്നുണ്ട് കേട്ടോ ഓരോരുത്തർ. അപ്പോൾ അതിനുള്ള ചിരിക്കാണ്. അപ്പോൾ ഷിസൂട്ടിയൊക്കെ ഇവിടെ ഊഞ്ഞാലാടുന്നുണ്ട്. ഷിസൂട്ടിയും മോനും ഫാദിക്കുട്ടിയും ഊഞ്ഞാലാടുകയാണ്. അപ്പോൾ ഞങ്ങൾ പിക്കൊക്കെ എടുക്കൽ കഴിഞ്ഞിട്ട് പോന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ ബൈക്കിൽ കേട്ടോ, അവർ ബാക്കിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയപ്പോൾ പിന്നെ അമ്മാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. വീട്ടിലെത്തിയിട്ട് ഇപ്പോൾ അമ്മാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബർത്ത്ഡേ പരിപാടിയും പാടെ ഉണ്ട്. ഇവിടെ കേക്ക് കട്ട് ചെയ്യലൊക്കെ ഉണ്ട്. കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ ഷിസൂട്ടിക്കാണെങ്കിൽ ഭയങ്കര കരച്ചിൽ. അവൾക്കും കേക്ക് കട്ട് ചെയ്യണം, ഹാപ്പി ബർത്ത്ഡേ പറയണം, അവൾക്ക് കട്ട് ചെയ്യണം പറഞ്ഞിട്ട് കരയാണ്. അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ ഗിഫ്റ്റുകളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അവൾ ഭയങ്കര കരച്ചിലാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് ആ പിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നീ ഒന്ന് കട്ട് ചെയ്തിട്ട് അവൾക്കും കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ പിക്ക് എടുക്കാൻ വേണ്ടിയിട്ടില്ല, പോസ് ചെയ്യാറ് കേട്ടോ. പിന്നെ ഷിസൂട്ടിൻ്റെ കയ്യിൽ കൊടുത്തിട്ടോ. അപ്പോൾ അവൾക്കൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര കച്ചിലായിരുന്നു. നമുക്ക് ഹാപ്പി ബർത്ത്ഡേ പറയണം പറഞ്ഞിട്ട് ഭയങ്കര കച്ചിലായിരുന്നു. അപ്പോൾ അവളെ കയ്യിലൊന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കേക്കൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമാണെങ്കിൽ ഭയങ്കര ഡ്രോളാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ. അപ്പോൾ ആങ്ങളുടെ മക്കളുടെ ഗിഫ്റ്റാണ് കിട്ടത്. 2 ബാഗ് ഗിഫ്റ്റാറ്റും ഡയറി മിൽക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. പിന്നെ എൻ്റെ ഒക്കെ ചെറിയൊരു ഗിഫ്റ്റ് കേട്ടോ ഞങ്ങളൊന്ന് തട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോന് വേണ്ടിയിട്ടും ഗിഫ്റ്റാണ് കേട്ടോ. അവർ എന്തൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ ഇത് പൊട്ടിക്കുന്ന വീഡിയോ എന്തായാലും കാണിച്ചു തരാം കേട്ടോ. എന്തായാലും കടയിൽ പോയിട്ടൊന്നും വാങ്ങിയിട്ടില്ല, വീട്ടിൽ നിന്ന് എന്തൊക്കെ എടുത്തിട്ട് ഇതാക്കിയിട്ടായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ കേക്ക് കഴിക്കലാണ്. അപ്പോൾ ഇത് അവളെ അമ്മോൻ്റെ വകയുള്ള ഗിഫ്റ്റായിരുന്നു. അപ്പോൾ അവർ പിന്നെ അവൻ്റെ വൈഫിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഇവിടെ ഇല്ല. അപ്പോൾ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഗിഫ്റ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് അവളെ അമ്മയുടെ ഗിഫ്റ്റും എല്ലാവരുടെ ഗിഫ്റ്റും ഇതിൽ വെച്ചിട്ട് ലാസ്റ്റാണ് ഇത് കാണിച്ചു തന്നെ. ഗിഫ്റ്റൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഇതിൽ വെച്ചിട്ട് ലാസ്റ്റ് എല്ലാ ഗിഫ്റ്റും കൂടി ഒന്നിച്ച് കാണിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഗിഫ്റ്റ് ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അവളെ ഒപ്പിച്ച് എത്തിയിട്ടുണ്ടായിരുന്നില്ല, അവളെ ഒപ്പിച്ച് ലാസ്റ്റാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ അവളെ ഉമ്മാൻ്റെ ഗിഫ്റ്റാണ് കേട്ടോ പൊട്ടിക്കുന്നത്. അപ്പോൾ വീഡിയോ കുറച്ച് ലോങ് ആയിട്ടുണ്ട്, ഡിസ്റ്റർബ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ അവളൊക്കെ കിട്ടിയ ബാഗുകളൊക്കെ നല്ല രസമുണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. മാല കിട്ടിയതാണിത്. അപ്പോൾ ഷിസുട്ടിക്ക് ഒരു ഡയറി മിൽക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ മോനുവിൻ്റെയും ഫാദിൻ്റെയും ഗിഫ്റ്റാണിത്. അവരെപ്പോഴാണ് ഒപ്പിച്ചെടുത്തതെന്ന് അറിയില്ല. ഇതിൻ്റെ ഇടയിൽ ഗിഫ്റ്റ് പെട്ടിയിട്ട് വന്നപ്പോഴാണ് ഞങ്ങൾ കാണുന്നത്. എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഇതാണ് അവരെ ഗിഫ്റ്റ് കേട്ടോ. എന്തായാലും കുഴപ്പമുണ്ടായിട്ടുണ്ടായിരുന്നില്ല, നല്ലൊരു വാച്ച് ഉണ്ടായിരുന്നു, പിന്നെ ഒരു പഴയ തോക്കും, പിന്നെ എന്തെന്ന് വെച്ചാൽ ഇതിൽ ചന്ദനത്തിരി കത്തിച്ച് വെച്ചിട്ട് ആകെ പുകച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ അവർ കൊടുത്ത ഗിഫ്റ്റ്. അപ്പോൾ അവളെ ഒപ്പിച്ച് വന്നിട്ടുണ്ട്, അവളെ ഒപ്പിച്ചിട്ട് ബാക്കിയുള്ള ഗിഫ്റ്റാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ, വീണ്ടും കാണാം.